നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നവംബർ മധ്യത്തോടെ ബീഹാർ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇത്തവണ ബീഹാർ നരേന്ദ്രമോദിയുടെ വാട്ടർലൂ ആകുമെന്നാണ് പറയപ്പെടുന്നത്. അവിടെ BJP തനിച്ച് ഭൂരിപക്ഷം നേടുമെന്നാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ പലരും പ്രവചിച്ചിരുന്നത്. നിതീഷ് കുമാറിനെ സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട്, പാർശ്വവൽക്കരിച്ചുകൊണ്ട് BJP പൂർണ്ണമായും ബീഹാർ പിടിച്ചെടുക്കുമെന്നൊരു അന്തരീക്ഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ ആകട്ടെ പതിയെ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. രാഷ്ട്രപതി സ്ഥാനമടക്കം അദ്ദേഹത്തിന് നൽകുമെന്നുള്ള സൂചനയും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. നിതീഷ് കുമാറിനെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡിനെ രണ്ടാം കക്ഷിയാക്കി നിർത്തിക്കൊണ്ട് BJP ബീഹാറിൽ ഭരണം പിടിക്കുമെന്ന കാര്യം ഏറെക്കുറെ തീർച്ചയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇപ്പോൾ കളം മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്രയും പ്രതിപക്ഷ മുന്നണിയിലെ വിവിധ പാർട്ടികളുടെ ശക്തമായ കൂട്ടായ്മയും ബീഹാറിന്റെ ചിത്രം മാറ്റിമറിച്ചിരിക്കുകയാണ്. 8ഓളം കക്ഷികൾ ഉൾപ്പെടുന്ന മഹാഗഠബന്ധൻ BJPക്ക് അതിശക്തമായ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. ലാലു പ്രസാദിന്റെ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും CPM-ഉം CPI-യും ഉൾപ്പെടുന്ന മഹാഗഠബന്ധൻ BJPക്ക് ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളി ചില്ലറയല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര ബീഹാറിലെ ഗ്രാമാന്തരങ്ങളെയും നഗരങ്ങളെയും ഇളക്കി മറിച്ചു കഴിഞ്ഞു. അത് വലിയ തോതിലുള്ളൊരു നേട്ടം കോൺഗ്രസിനും രാഷ്ട്രീയ ജനതാദളിനും അവിടെ ഉണ്ടാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. BJPയുടെ ജയസാധ്യതയെ പകുതിയോളം കുറച്ചു കൊണ്ടുവരാൻ വോട്ട് ചോരി യാത്രയ്ക്ക് സാധിച്ചത്രേ. ബീഹാറിലെ ഗ്രാമങ്ങളിൽ നേരത്തെ കോൺഗ്രസിനും അതുപോലെ തന്നെ ലാലു പ്രസാദിന്റെ പാർട്ടിക്കുമെല്ലാം ശക്തമായ അടിത്തറയുണ്ടായിരുന്ന ഗ്രാമങ്ങളിലേക്ക് BJP കഴിഞ്ഞ കുറേ വർഷങ്ങളായി കടന്നു കയറിയിരുന്നു. ഏതാണ്ട് 3ഓളം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗ്രാമബന്ധിതമായ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ മാറി വരികയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്രാമങ്ങളിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെയും ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ് നടക്കുന്ന രാഷ്ട്രീയ ജനതാദളിൻ്റെയും നീക്കങ്ങൾ, തേരോട്ടങ്ങൾ വലിയ തോതിലുള്ള ഒരു BJP വിരുദ്ധ തരംഗം ബീഹാറിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോദിയുടെ ജനപ്രീതി ഇടിയുന്നു എന്നുള്ള സൂചനകൾ ചില സർവേ റിപ്പോർട്ടുകൾ അടുത്ത കാലത്ത് പുറത്തുവിടുകയുണ്ടായി. ബീഹാറിനെ ബേസ് ചെയ്തുള്ള സർവേ റിപ്പോർട്ടുകളിലാണ് മോദിയുടെ ജനപ്രീതി ഇടിഞ്ഞതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇനി വോട്ടിംഗ് മെഷീനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളോ മറ്റേതെങ്കിലും രീതിയിലുള്ള കലാപരിപാടികളോ കൊണ്ടോ ബീഹാറിൽ പിടിച്ചു കയറുക വയ്യ എന്ന് മോദിക്കും BJPക്കും നന്നായി അറിയാം. കാരണം വോട്ട് ചോരി യാത്ര ജനങ്ങളെ നന്നായി ഉണർത്തിയിട്ടുണ്ട്. ഇനി തങ്ങളുടെ ഓരോ വോട്ടും എങ്ങനെ പോൾ ചെയ്യപ്പെടുന്നുവെന്ന് കൃത്യമായി ജനങ്ങൾ നിരീക്ഷിക്കും. അതിനുള്ള തന്ത്രമായിരുന്നു ഈ വോട്ട് ചോരി യാത്ര എന്നാണ് പറയുന്നത്. കാരണം ജനങ്ങളെ ജാഗരൂകരാക്കുക എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ തന്ത്രം അത് ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവ് കൂടി ഏറ്റെടുത്തതോടുകൂടി ബീഹാറിൽ അത് വലിയൊരു ജനകീയ പ്രശ്നമായി മാറി. അങ്ങനെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മഹാഗഠബന്ധന് രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും CPM-ഉം CPI-യും CPI-ML-ഉം ഒക്കെ നേതൃത്വം നൽകുന്ന മഹാഗഠബന്ധന് വിജയ സാധ്യതയുണ്ട് എന്നുള്ള അവസ്ഥ സംജാതമായത്. 243 അംഗ നിയമസഭയിൽ ഏതാണ്ട് 147 മുതൽ 150 വരെ സീറ്റുകൾ ഈ മഹാഗഠബന്ധന് പിടിക്കാൻ കഴിയും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. BJP മഹാഗഠബന്ധനുമായി സീറ്റുകളുടെ എണ്ണത്തിൽ ചിലപ്പോൾ കുറഞ്ഞ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സൂചനയാണ് അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാർ മോദിയുടെ വാട്ടർലൂ ആവുകയാണ്. ബീഹാറിൽ പരാജയപ്പെട്ടാൽ മോദിയുടെ കസേര ഇളകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 75-ാം വയസ്സിൽ സ്ഥാനം ഒഴിയുമെന്ന് ആദ്യമേ പ്രഖ്യാപിച്ചിരുന്ന മോദി അതിൽ നിന്ന് പിന്നോക്കം പോയത് RSSനും BJPയിലെ മോദി വിരുദ്ധർക്കും വലിയ തോതിലുള്ള എതിർപ്പും രോഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവർ മിണ്ടാതിരിക്കുകയാണ്. കാരണം ഭരണം നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മോദി അവിടെ വേണം. എന്നാൽ ഒരിക്കലൊന്ന് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ മോഡിയെ പൂട്ടിക്കെട്ടാനുള്ള അടവുകളും തന്ത്രങ്ങളുമായാണ് നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ മുന്നോട്ട് പോകുന്നത്. RSSന്റെ പിന്തുണയും ആ നീക്കത്തിനുണ്ടാകും. അതുകൊണ്ട് മോദി ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ബീഹാറാണ്, ബീഹാറിലെ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ
ബീഹാർ മോദിയുടെ വാട്ടർലൂ ആവുകയാണ്. ബീഹാറിൽ BJP പരാജയപ്പെട്ടാൽ മോദിയുടെ കസേര ഇളകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.